സത്യനാഥ് പത്മകുമാർ എഴുതി സംവിധാനം ചെയ്ത് ആസിഫ് അലി പ്രധാന ക്യാരക്ടറായി വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ശരിക്കും സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ചർച്ച ചെയ്യുന്നത് IPC 498A എന്ന് പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അത് പലപ്പോഴും വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ചെയ്യുമ്പോഴേക്കും അതിൽ എന്താ പറയുക, തെറ്റ് ചെയ്യാതെയും കുറ്റവാളിയായി ആരോപിക്കപ്പെടുന്ന പല പുരുഷന്മാരുമുണ്ട്. അപ്പം അങ്ങനെയുള്ള പുരുഷന്മാരെയൊക്കെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ആസിഫ് അലി ഇതിനകത്ത് വരുന്നത്. ആസിഫ് അലി മാത്രമല്ല, സിദ്ധാർത്ഥ്, ഹരിശ്രീ ശോകൻ, അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അപ്പോൾ പല വിവാദങ്ങളും ഇപ്പോൾ ഓൺലൈനിലും അല്ലാതെയും നടക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെ കംപ്ലീറ്റ്ലി ടാർഗറ്റ് ചെയ്തു, ജനറലൈസ് ചെയ്തു എന്നൊക്കെ. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണോ അല്ലെങ്കിൽ ജയ 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 ഹേ പോലെയുള്ള സിനിമകളിലൊക്കെ ജനറലൈസ് ചെയ്യപ്പെട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ, പുരുഷന്മാരുടെ ക്യാരക്ടേഴ്സിനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് പർട്ടിക്കുലർലി പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇവന്റ്സിനെയാണ് കൂടുതലും മൂവി എയിം ചെയ്തിരിക്കുന്നത്. കാരണം എന്നാലാണല്ലോ ആ ഒരു സിനിമയുടെ ഉദ്ദേശശുദ്ധി ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പൊ അഭിനയത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി ആസ് യൂഷ്വൽ നമുക്കറിയാം. ആസിഫ് അലി ഇപ്പോൾ കഴിഞ്ഞ കുറേ സിനിമകളായിട്ട് നമ്മൾ കാണുന്നതാണ് ആസിഫ് അലിയുടെ പെർഫോമൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആസിഫ് അലിയുടെ കണ്ണുകൊണ്ടുള്ള അഭിനയമൊക്കെയാണ്. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ആസിഫ് അലി അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ അസീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് സീനിൽ വരുന്ന സിദ്ധാർത്ഥ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളായിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലും വളരെ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് അവരുടെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്കൊരിക്കലും ആരും മോശമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ ഓവർ ആക്ട് ചെയ്തതായിട്ട് നമുക്ക് ഒരു സ്ഥലത്തും ഫീൽ ചെയ്തില്ല. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് പല സംഭവങ്ങളും എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ സൊസൈറ്റിയിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പുരുഷന്മാർ ആഫ്റ്റർ മാരേജ് ലൈഫോ അല്ലെങ്കിൽ അല്ലാതെയാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഈ സിനിമയിൽ ആസിഫ് അലി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതായത് പ്രതികരിക്കില്ല കാരണം മരിച്ചതൊരു ആണാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് ആണ് സിനിമയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതൊരു ജെൻഡറിനെ ഒഫൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴേക്കും അതിൽ തന്നെ ഫോക്കസ് ചെയ്യണമല്ലോ. അപ്പൊ അത് മാത്രമേ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പുരുഷന്മാര്, ഇപ്പൊ അതിനകത്ത് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ കുറച്ച് കാണുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴേക്കും പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ പേഴ്സണലി എനിക്ക് കുറച്ച് സിനിമയുടെ ഭാഗങ്ങൾ എനിക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആകാതിരുന്നെങ്കിൽ എന്ന് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇതിനകത്ത് കോർട്ട് സീൻ കുറച്ച് അൺനാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം യൂഷ്വലി കോർട്ട് റൂമിൽ പാലിക്കേണ്ട കുറേ ഡിസിപ്ലിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ സിനിമകളായിട്ട് ഇപ്പോൾ കോർട്ട് റൂം ഡ്രാമാസ് ഒക്കെ കുറേ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കുറേ കോർട്ട് റൂം ഡ്രാമ സിനിമകളിലൊക്കെ നമ്മൾ ഒരു കോർട്ട് റൂമിൽ എങ്ങനെയാണ് അവിടെ ഡിസിപ്ലിൻ പാലിക്കേണ്ടത്, അല്ലെ അവിടെ എങ്ങനെയാണ് ഒരു കേസ് വാദിക്കുകയും പ്രതിവാദിക്കുകയും ചെയ്യുന്ന എങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിവാദം ഒന്നും ഈ സിനിമയിൽ അത്ര ഇതായിട്ട് കണ്ടില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് വരുന്ന ജഗദീഷ് പക്ഷേ ഒരു പഞ്ചില്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇങ്ങനെയുള്ള ചില സീൻസ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗിൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ പഴയ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ഇടയ്ക്ക് കേട്ട പോലെ തോന്നി. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നമുക്ക് ഒരു എക്സെൻട്രിക് എന്ന് പറയാവുന്നൊരു ഒരു ഫ്രെയിമൊന്നും അങ്ങനെ കണ്ടില്ല. ആകെ 1-2 ഫ്രെയിംസ് ഒക്കെ കൊള്ളാം എന്ന് തോന്നിയൊരു ഫ്രെയിംസ് ഒക്കെ തന്നെ ഉള്ളൂ. എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു എലമെന്റ്സ് ഒന്നും അതിനകത്ത് കണ്ടില്ല. ബട്ട് ഫോർ ഷുവർ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചർച്ച ചെയ്യപ്പെടട്ടെ. അപ്പോഴാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. ഇപ്പോൾ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന IPC 498A എന്താണെന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതൊരു എഡ്യൂക്കേഷൻ കൂടിയാണ്, മൂവി നൽകുന്ന ഒരു എഡ്യൂക്കേഷനും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരട്ടെ. അപ്പോൾ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.